ഹായ് ഗായ്സ്, അപ്പോൾ മെക്സെറ്റ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് സ്കാനർ എങ്ങനെ യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയഗ്നോസിങ് ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. കോഡിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ബേസിക് ആയിട്ട് എങ്ങനെ ഒരു വെഹിക്കിളിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രം കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കണ്ടൻറ്റ് കാര്യങ്ങൾ വരുന്നത് മെക്കാനിക്കൽ വീഡിയോസ് കാര്യങ്ങളും ഡെയിലി വ്ളോഗ്സും മാത്രമാണ് കേട്ടോ. നമ്മൾ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിലുള്ള പ്രീമിയം വെഹിക്കിൾസിൻ്റെ കാര്യങ്ങളുടെ വീഡിയോ മാത്രമായിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ തൽക്കാലം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇത് നമുക്ക് വന്നേക്കുന്നത് GLC 300 കേട്ടോ വണ്ടി. ഇതിൽ വന്ന കംപ്ലയിൻറ്റ് കാര്യങ്ങൾ കൂളൻറ്റും ഓയിലും കൂടി മിക്സ് ആകുന്നതായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ലൈൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. അപ്പോൾ ഇതിൽ വരുന്നത് ഇലക്ട്രിക്കൽ പമ്പ്, അത് നമുക്ക് ഓൺ ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ജസ്റ്റ് സ്കാനർ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ സ്കാനർ ഇത് വരുന്നത് ഹോട്ടലിൻ്റെ സ്കാനറാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡയഗ്നോസ്റ്റിക് എടുക്കുക. അപ്പോൾ നമുക്ക് ഏതാ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും ടൊയോട്ട, ലാൻഡ് റോവർ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു ഇതാട്ടോ. ടെസ്ല വരെ ഉണ്ട് ഇതിൽ. അപ്പോൾ റോൾസ് റോയ്സ് എല്ലാ വണ്ടീൻ്റെതും നമുക്കിതിൽ സ്കാൻ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ട വണ്ടി ബെൻസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം സെർച്ച് ചെയ്യണം. ബെൻസ് വന്നിട്ടോ, മെർസിഡീസ് ബെൻസ്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ സ്കാനിങ്, അതുപോലെ തന്നെ വിങ് നമ്പർ അടിക്കാൻ വരും. വിങ് നമ്പർ നമ്മൾ റീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്കാനർ സ്കാൻ ചെയ്തോളൂ. അതുപോലെ തന്നെ OBD ആദ്യം ഫസ്റ്റ് കണക്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഓൾറെഡി OBD ഒക്കെ കണക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ വിങ് നമ്പർ വന്ന്, വിങ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടീൻ്റെ ചേസ് നമ്പർ കേട്ടോ. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തു. അപ്പോൾ ആ വണ്ടീൻ്റെ ഡീസൽ, ഫ്യൂവൽ കാര്യങ്ങൾ എല്ലാ ടൈപ്പും ഇവിടെ കാണിക്കും. ഇയറും കാര്യങ്ങളും എല്ലാം, വണ്ടീൻ്റെ CC, എൻജിൻ CC എല്ലാം വരും. അപ്പോൾ നമ്മൾ എന്താ ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ റീഡ് ആയിക്കൊണ്ട് കേട്ടോ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്ന വീഡിയോസ് ഫുള്ള് മെക്കാനിക്കലായിട്ടുള്ള വീഡിയോ കേട്ടോ. അതുപോലെ തന്നെ ഡെയിലി വീഡിയോ. ഇത് വെഹിക്കിൾ ഓഫ് 3 minutes. അപ്പോൾ നമ്മൾ ഓക്കെ പ്രസ് ചെയ്യാം. പല ടൂളുണ്ട് കേട്ടോ. ലോഞ്ച് ഉണ്ട്, കാര്യങ്ങളുണ്ട്, പല കമ്പനീൻ്റെ ടൂൾസും വരുന്നുണ്ട്. അത് ഡിഫറെൻറ്റ് ഇതായിരിക്കും. പക്ഷേ മെത്തേഡ്സൊക്കെ സെയിം മെത്തേഡിലാണ് കേട്ടോ ടൂൾസ് എല്ലാം വരിക. നമുക്ക് പ്രോഗ്രാമിങ്ങും കാര്യങ്ങളും മാത്രം കേട്ടോ ചേഞ്ച് ആവും. വേറെ ടൂളാകുന്ന നേരം ലാപ്പിൽ യൂസ് ചെയ്യുന്നവരുണ്ട്, ഫോണിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. OBD ചെറിയ OBD കണക്ട് ചെയ്തിട്ട്. അതുപോലെ ഇത് അത്യാവശ്യം കോസ്റ്റ് വരുന്നൊരു ടൂളാണ് കേട്ടോ. ഇതിൽ നമുക്ക് സ്കാനിങ്ങും കാര്യങ്ങളും പ്രോഗ്രാമിങ്ങും എല്ലാം ചെയ്യാം. 3 year അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ടൂളാണ്. ഏകദേശം നാട്ടിലെ 3-3.5 ലക്ഷം റുപ്യ വില ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ്. അപ്പോൾ നമ്മൾ ഫോൾട്ട് സ്കാൻ എന്ന് കാണിക്കും. അപ്പോൾ നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാം സ്കാൻ ആകാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് റെഡിൽ കത്തിക്കിടക്കും. അപ്പോൾ DTAയിൽ നമുക്ക് എന്തോ ഒരു കോഡ് കിടക്കുന്നുണ്ട്. KLL ഒരു കോഡ് കിടക്കുന്നുണ്ട്. PTCUവിൽ ഒരു കോഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി സ്കാനിങ് ആട്ടോ, അതുകൊണ്ടാണ് അത് ഇതാവാത്തത്. നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ടുണ്ടാവും ബ്ലൂ വരുന്നത് നോട്ട് സ്കാനഡ്, റെഡ് ഗ്രീന് വരുന്നത് പാസ്. അപ്പോൾ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. റെഡ് വരുന്നത് ഫോൾട്ട് കോഡാണ്, മറ്റേത് നോ റെസ്പോൺസ്. അപ്പോൾ നമുക്ക് റെഡ് വരുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കോഡും കാര്യങ്ങളും കാണാം. അപ്പോൾ നമ്മൾ എന്താക്കണം, ജസ്റ്റ് DTC 1 അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ കാണിക്കും. ഇതിൽ കാണിക്കുന്ന കോഡ് ഇപ്പം സർവീസ്, ഇതൊരു സിഗ്നലിൻ്റെ, അതൊരു ഫ്രണ്ടിലൊരു പിൻ അയച്ചിട്ടിരിക്കുക, അതിൻ്റെതാട്ടോ. നമുക്ക് ജസ്റ്റ് അടുത്ത കോഡ് നോക്കാം. ഇത് സെൻസർ കൂളൻ ലെവൽ. ഇത് വരുന്ന ഇതിൻ്റെ റിസർവ് ടാങ്കിൻ്റെ പൊസിഷൻ റോങ് ആയതിനെ കൊണ്ടാണ് ആ കോഡ് കാണിച്ചത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബേസിക്കായിട്ട് ഒരു സ്കാനിങ്
ടൂൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ ഫുൾ എറേസ് ചെയ്ത് കാണണമെങ്കിൽ ക്വിക്ക് എറേസ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി എൻജിൻ ചെക്ക് ലൈറ്റൊക്കെ കത്തുന്നുണ്ടെങ്കിൽ അത് എറേസ് ആയി പോയിക്കോളും. അപ്പോൾ പോകാത്തതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കംപ്ലയിൻ്റ് ഉള്ളതിനെ കൊണ്ടാട്ടോ ഇതൊന്നും ഈ റെഡ് തന്നെ വീണ്ടും വീണ്ടും കത്തി കിടക്കുന്നത്. അത് നമ്മൾ ഇനിയിപ്പോൾ അതിൻ്റെ സെൻസറോ കാര്യങ്ങളോ പോയിട്ടുണ്ടോ, അത് കംപ്ലയിൻറ്റ് നമ്മൾ സെൻസർ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇനിയിപ്പം ഇതൊക്കെ ഗ്രീൻ ആവുള്ളൂ. അതുവരെ അത് റെഡ് തന്നെ കത്തി കിടക്കും. ചിലപ്പോൾ ലൈനിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കാം. എന്തെന്നാൽ ഈ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി എറേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾട്ട് കോഡ് പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാക്ക് അടിക്കാം. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഫുൾ ബാക്ക്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഓൾറെഡി കൂളൻറ്റും ഓയിലും കൂടി മിക്സ് ആവുന്ന ഒരു കംപ്ലയിൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പമ്പ് എങ്ങനെ ഓൺ ചെയ്യാമെന്ന് കാണിക്കാം. ഇതിൽ നമ്മൾ പമ്പ് കാര്യങ്ങൾ ഓൺ ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ മീറ്റർ റീസെറ്റ് ചെയ്യണമെങ്കിൽ, ബ്രേക്കിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ പണിയെടുക്കുന്നേരം ഹാൻഡ് ബ്രേക്ക് വരിക, നമ്മൾ ഇലക്ട്രിക്കൽ ബ്രേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ജസ്റ്റ് സർവീസ് എടുക്കുക. സർവീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റിയറിംഗ് ആംഗിൾ, ഓയിൽ റീസെറ്റ് കാണുന്നത്, നമ്മൾ മീറ്ററിൽ ഓയിൽ ചേഞ്ചിൻ്റെ ലൈറ്റ് കത്തുന്ന കാണാമല്ലോ, അത് റീസെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിത് ഓയിൽ റീസെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിലേതാ വെഹിക്കിൾ എന്ന് അടിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാം. അതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ജസ്റ്റ് കൂളൻറ്റ് പമ്പ് എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വാട്ടർ പമ്പ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെഹിക്കിൾ ഏതാണോ അത് അടിക്കാം. ബെൻസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ തന്നെ എല്ലാം റീഡ് ചെയ്തെടുക്കാം. ഓൾറെഡി മറ്റേ ഫോൾട്ട് കോഡും സ്കാനിങ്ങും എല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് അതേ രീതിക്ക് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഓക്കെ, നമ്മൾ ഓൾറെഡി ചെയ്യുന്നതിനെ കൊണ്ടിട്ടോ ഒന്ന് റീഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതൊക്കെ വായിച്ച് നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ. Diagnostic system installed. അപ്പോൾ സ്കാനിങ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ലൈക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഹോട്ട് ഫങ്ഷൻസ് എടുക്കുക. ഹോട്ട് ഫങ്ഷൻസിൽ ECM എൻജിൻ കൺട്രോൾ യൂണിറ്റ് എടുക്കണം. അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ജസ്റ്റ് വണ്ടി ഓഫ് ചെയ്തിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഇഗ്നിഷൻ ഓണിൽ വെക്കുക. നമ്മുടെ ഇഗ്നിഷൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ബേസിക്കായിട്ട് സ്കാനർ തീരെ യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് പറഞ്ഞിരുന്നത്. ആദ്യമായിട്ട് നിങ്ങളുടെ കയ്യിലൊരു സ്കാനർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത്, അതുകൊണ്ടാട്ടോ ഞാൻ ജസ്റ്റ് എല്ലാം കാണിച്ച് തന്നിട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എടുക്കേണ്ടത് ഇലക്ട്രിക്കൽ കൂളൻറ്റ് പമ്പ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ RPM കാര്യങ്ങൾ റേഞ്ച് എല്ലാം കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താക്കണം, കണ്ടിന്യൂ പ്രസ് ചെയ്യണം. കണ്ടിന്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ പമ്പ് ഓണാണോ അതിൻ്റെ വാല്യൂ എല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഓക്കെ. അതിൽ നമ്മൾ F1 പ്രസ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി പമ്പ് ഓണായി. നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ അവിടെ കാണിക്കും. ഏകദേശം ഒരു 6 സെക്കൻഡ്, ഒരു 10 സെക്കൻഡോ 45 സെക്കൻഡോ ഒക്കെ ഓണായി നിൽക്കും. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി പമ്പ് തന്നെ കട്ടാവും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പമ്പ് ഓൺ ചെയ്തിട്ടേക്കുവാണ്. ഇത് കാണാം. ഇപ്പോൾ പമ്പ് ഓഫായി.
ഇനി നമുക്ക് ഒന്നുകൂടിയും പമ്പ് ചെക്ക് ചെയ്യണം. വീണ്ടും ഓണായി. 6 സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും ഓൺ ആവും. ഒരു 45 സെക്കൻഡ് വർക്ക് ചെയ്യും, വീണ്ടും കട്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ചെക്കിങ് പരിപാടി ഇപ്പോൾ ഓൾറെഡി പമ്പ് വർക്കിംഗ് ആണെന്ന് മനസ്സിലായി നമുക്ക്. അഥവാ പമ്പ് അടിച്ചു പോയതാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ് ഓൾറെഡി ഡാമേജ് ആണെങ്കിൽ നമുക്കിവിടെ വാല്യൂ കാണിക്കില്ല. ഇത് ജസ്റ്റ് റെഡ് 00 ആയിട്ട് തന്നെ കാണിക്കട്ടെ രണ്ടും. ഇത് ഓൾറെഡി പമ്പ് നല്ലതായത് കൊണ്ട് മാത്രമാണ് ഈ വാല്യൂ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൂളൻ്റ് പമ്പ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ബായ്. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇതുപോലത്തെ സ്കാനേഴ്സ്, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ എൻജിൻ വർക്ക് കാര്യങ്ങൾ എല്ലാ രീതിയിലുള്ള വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഫുള്ളായിട്ട് പ്രീമിയം കാറിൻ്റെ മെക്കാനിക്കൽ വർക്കും കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ദുബായിലാണ്, അൽക്കൂസിൽ. അപ്പോൾ നിങ്ങളുടെ വണ്ടി കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യണമെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ ബൈ. ഫസ്റ്റ് ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.